എല്ലാവർക്കും മല്ലുഹുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക എന്ന സ്വന്തം പുണ്യാളൻ, വിലായത്ത് ബുദ്ധ എന്നീ സിനിമകളുടെ OTT ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മലയാള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക. ഈ ഒരു സിനിമ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ബെനോ ഡെനീസ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയാണ്. ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഇത്. എന്നിട്ടും ഈ ഒരു സിനിമ ഇതുവരെയായി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചത് ജിയോ ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ട് തന്നെ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ക്രൈം കേസുകൾ സോൾവ് ചെയ്യാൻ ഒരു പോലീസിനെ സഹായിക്കുന്ന ഒരു ബുദ്ധിമാനായ ഹാക്കറിനെയാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. ദിലീപ്, ഷൈൻ ടോം ചാക്കോ, സുദേവ് നായർ, സിദ്ദിഖ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ 1980കളിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തങ്കമണി ഗ്രാമത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് പറഞ്ഞു പോകുന്നത്. ഗ്രാമത്തിൽ ഒരു ബസ് സർവീസ് സംബന്ധിച്ച് തർക്കമുണ്ടാവുന്നു. അത് പിന്നീട് വലിയ സംഘർഷമായി മാറുകയും പോലീസ് ഫയറിംഗ് വരെ എത്തുകയും ചെയ്യുന്നു. ഈ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യവാരം തന്നെ തങ്കമണിയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ 2025ലാണ് റിലീസ് ചെയ്തത്. പക്ഷെ ഇതുവരെയായിട്ടും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഏപ്രിൽ അവസാന വാരം റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഇതുവരെയായി റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമ വിഷുവിന് സ്പെഷ്യലായി വരാൻ പോവുകയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് ജോസ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. ഒരു പുരുഷ ഡോക്ടറായിട്ടും സ്ത്രീകൾ കൂടുതലുള്ള ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ പറ്റിയാണ്. മാരിവില്ലൻ ഗോപുരങ്ങൾ 2024ലാണ് പുറത്തിറങ്ങിയത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി ഇപ്പോൾ വരുന്നത് മനോരമ മാക്സ് ആണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജോ ഖലീദ്, മിൻസി എന്നിവരാണ്. ഈ ഒരു സിനിമയിൽ ഷിൻഡോ എന്ന യുവാവിനെയും അവന്റെ ഭാര്യ ഷെറിനെയും പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. വിവാഹം കഴിച്ചിട്ടും ഇവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. വിലായത്ത് ബുദ്ധയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് ആണ്. പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആയിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. 3 വർഷം കഴിഞ്ഞു, ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഷൗബിൻ ഷായർ, ഷറഫുദ്ദീൻ, നിഷാന്ത് സാഗർ, ലിനോദ് ദിഷി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കഥ അജു എന്ന യുവാവിന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. മനോരമ മാക്സ് ആണ് ജിന്നിന്റെ OTT വാങ്ങിച്ചത്. അടുത്തൊരു രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇതുവരെയായി OTT റിലീസ് ചെയ്തിട്ടില്ല. 3 വർഷമായി തിയേറ്ററിൽ നിന്ന് റിലീസായിട്ട്. നിവിൻ പോളി, വിനയ ഫോർട്ട്, നമിത ബൈജു എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ രാമചന്ദ്ര ബോസൻകോ എന്ന സ്മഗ്ലറിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവരാണ്. ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുള്ളത് പുണ്യാളൻ എന്ന യുവാവിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സന്ദർഭം വരുന്നു. അതിനെപ്പറ്റിയാണ് കഥ പറഞ്ഞു പോകുന്നത്. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപും തമന്ന പാട്ടിയയും ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് ഇത്. ഒരു യുവ ഫിലിം മേക്കർ ഒരു പഴയ ബോളിവുഡ് നടിയുടെ ആത്മഹത്യയുടെ പിന്നിലെ രഹസ്യമാണ് അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കുന്നതിലൂടെ ഒരു വലിയ ക്രൈം, പഴയ ലവ് സ്റ്റോറി, ഗാങ്സ്റ്റർ എന്നിവയും ഈ ഒരു സിനിമയിൽ പറയുന്നു. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.